പൈനാപ്പിളിൻ്റെ തൊലി കളയാൻ എല്ലാവർക്കും പൊതുവെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കത്തിയില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ പൈനാപ്പിളിൻ്റെ തൊലി കളഞ്ഞെടുക്കാം എന്നുള്ള ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സും കൂടെ ഉണ്ട്. എല്ലാം കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഉപ്പിടുന്ന സമയത്ത് ചിലപ്പോൾ കറിയിലൊക്കെ ഒന്ന് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഉപ്പ് ഒന്ന് കുറയ്ക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ ഇതെന്താണ് കിഴിയിലെന്നല്ലേ? അപ്പോൾ ഇത് ചോറാണ് കേട്ടോ. നമ്മൾ വൈറ്റ് റൈസോ അല്ലെങ്കിൽ മട്ട ചോറോ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണിയിൽ കെട്ടിയിട്ട് ഒരു കിഴിയാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കറിയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ അതെടുത്ത് പൊക്കിയാൽ മതി. അപ്പോഴേക്കും ആ ഒരു അധികം വരുന്ന ഉപ്പൊക്കെ ഈ ചോറ് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചോറാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണല്ലോ. അപ്പം ഇത് ഒരുവിധം നന്നായിട്ട് തന്നെ ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ ഈ ഇഞ്ചി കറിയിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ കിഴിയിട്ടത്. ചെറിയ രീതിയിലുള്ള ഉപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും ചോറ് വേണ്ട, കുറച്ചുകൂടെ കുറവ് മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കല്ലൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം കഴുകി ഇങ്ങനെ വെക്കുന്ന സമയത്ത് രാത്രിയൊക്കെ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ, ഉറുമ്പുകൾ ഇതൊക്കെ ഇങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കഴുകിയിട്ടാണ് യൂസ് ചെയ്യുക, എന്നിരുന്നാലും അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര ഹൈറ്റിന് വേണോ ഈ കുഴേൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വലിപ്പത്തിനുള്ള ബോട്ടിൽ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉപയോഗശേഷം ഇതുപോലെ ഇങ്ങനെ മൂടിക്കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും തന്നെ ഇതിലേക്ക് വരില്ല, ചെറിയ പാറ്റകളൊന്നും വരാതെ നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അടുത്തത് ഒരുപാട് പേർക്കൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് കാലിൻ്റെ അടിയിൽ വേദന, കാലിൻ്റെ ഉപ്പുറ്റി വേദന, കാൽപാദം അടിഭാഗം വേദന, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത് മാറാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഐസായിട്ട് കിട്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് രാവിലെയും വൈകിട്ടും ഇതുപോലെ ഒരു ചവിട്ടിയുടെ മുകളിൽ ഈ ബോട്ടിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ചവിട്ടി ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക ഇരുന്നിട്ട് കേട്ടോ. ഇതേപോലെ ഒരു 30 പ്രാവശ്യമെങ്കിലും ചെയ്യണം. രാവിലെയും ചെയ്യുക, അതുപോലെ തന്നെ വൈകിട്ടും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാലിൻ്റെ പാദങ്ങളിലുള്ള സ്വെല്ലിംഗ് ഒക്കെ നന്നായിട്ട് കുറയും. കാൽപാദത്തിലുള്ള വേദനയും നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉപയോഗിച്ച ശേഷം നമ്മൾ പിന്നെ ഈ വെള്ളം കളയണ്ട. ഈ കുപ്പി നന്നായിട്ടൊന്ന് പുറം ഭാഗം കഴുകിയിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കുക. പിറ്റേ ദിവസം വീണ്ടും എടുക്കുക. എപ്പോഴും വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് വേറെ കുടിക്കാനുള്ള വെള്ളമൊന്നുമല്ലല്ലോ. അപ്പോൾ പുറം ഭാഗം മാത്രം കഴുകിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മൾ രാവിലെയൊക്കെ ചിലപ്പോൾ പയറ്, കടല ഇതൊക്കെ വെള്ളത്തിലിടാൻ മറക്കില്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പയറോ കടല എന്താണെങ്കിൽ കഴുകി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു ഫ്ലാസ്കിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള നല്ല ചൂട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്ലാസ്കിൽ ഇടുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലാസ്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് പിന്നെ വേവിക്കുകയും ചെയ്യാം. ഇനി അടുത്തത് പൈനാപ്പിളിൻ്റെ തൊലി നമുക്ക് പൊതുവേ കളയാൻ നല്ല പാടാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലി കളയാനുള്ള നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ആദ്യം നമ്മൾ ഇതുപോലെ അതിൻ്റെ ഒരു ഇലേൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ കളയാം. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ ഇതേപോലെ പൈനാപ്പിൾ എടുത്തിട്ട് കഴുകിയ ശേഷം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പാടായിരിക്കും. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ തൊലി കളയാനായിട്ട് ഞാൻ എടുക്കുന്നത് കത്തിയല്ല, ഇതുപോലുള്ളൊരു മൂടിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ചോറും പാത്രത്തിൻ്റെ ഒക്കെ മൂടികൾ ഉണ്ടാവും. വക്ക് ഭാഗം നല്ല ഷാർപ്പായിട്ടുള്ള നമ്മുടെ പൈനാപ്പിളിൻ്റെ റൗണ്ടിന് കണക്കായിട്ടുള്ള ഒരു മൂടി എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് 1-2 കൈയും കൂടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ആ തൊലി നല്ല റൗണ്ടിൽ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മൂടിയില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ റൗണ്ടുകളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്താലും ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മൂടി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കത്തി പോലും നമുക്ക് ആവശ്യമില്ല. നല്ല ഈസി ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ മൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുക. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് പറഞ്ഞ ടിപ്സും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.